ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞങ്ങൾ ഇന്നലെ സർവീസ് ചെയ്യാൻ പോയപ്പോൾ ഒരു AC സർവീസ് ചെയ്തു. അപ്പോൾ അപ്പുറത്തെ AC കൂടി അവർക്ക് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. കാരണം അവർ മുകളിൽ ഷീറ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ വാർപ്പിന്റെ മുകളിലുള്ള ഔട്ട്ഡോർ എടുത്തിട്ട് അടിയിലേക്ക് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് അഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. കണ്ടപ്പോൾ ശരിക്കും ഞെട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ AC സക്ഷൻ പൈപ്പ് ഉണ്ടാവുമല്ലോ, അഥവാ തടിയുള്ള പൈപ്പ്, അത് AC ഇതിന് മുന്നേ വന്ന ആൾക്കാർ അഥവാ കമ്പനി ഫിറ്റ് ചെയ്തിട്ടാണ് പോയെന്ന് പറഞ്ഞത്. ടെക്നീഷ്യന്മാരെ കുറ്റം പറയുന്നില്ല, ചിലപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തത്. രണ്ട് സ്ഥലത്ത് പിഞ്ചായിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് ഒന്നത് നമ്മുടെ നെറ്റിന്റെ അടുത്ത് തന്നെ നല്ലൊരു പിഞ്ചുണ്ട്. അതേപോലെ തന്നെ ഈ ബെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ ഈ പൈപ്പ് എന്തായാലും നമ്മൾ റൗണ്ട് ചെയ്തിട്ടൊക്കെ ബെൻഡ് ചെയ്യുമല്ലോ, ആ സമയത്ത് അവിടെ ഒരു പിഞ്ചുണ്ടായിരുന്നു. അഥവാ എന്താ പറയാ, ഒരു ഗ്യാസിന്റെ ഫ്ലോയിൽ ചിലപ്പോൾ ഒരു 40% ചിലപ്പോൾ കറക്റ്റ് ഗ്യാസ് ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. കാരണം ബാക്കിയെല്ലാം ഈ പൈപ്പ് ഇങ്ങനെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കായിരിക്കും. ഇങ്ങനെ കുഴപ്പമൊന്നുമില്ലാതെ ഇൻവെർട്ടറൈസ് ചെയ്യുന്നു, ഇറക്കോടൊന്നും ഇല്ലാതെ കൂടി. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാല്, നമ്മൾ ആ ബെൻഡായ സ്ഥലം ആദ്യം നമ്മൾ പമ്പ് ഡൗൺ ചെയ്തു. പമ്പ് ഡൗൺ ചെയ്യുന്ന പറയുമ്പോൾ ഗ്യാസിനെ ഫുൾ ഔട്ട്ഡോറിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് പൈപ്പ് റിമൂവ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് ആ ബെൻഡായ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയർ ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇതേപോലെ എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ AC ഔട്ട്ഡോർ ഒക്കെ ചെക്ക് ചെയ്യണം. അതെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അവർ ഔട്ട്ഡോർ അഥവാ AC തീരെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ AC ഫാന്റെ ലീഫിൽ ഈ ഞാൻ പറയാറില്ല തേനീച്ച, അതൊക്കെ കൂട്ടിയിട്ട് ഫാന്റെ ലീഫ് വർക്ക് ചെയ്യുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ അയച്ചു നോക്കുമ്പോൾ അതിൽ ഫുള്ള് കൂട്ടിയിട്ട് ഒരു ലീഫിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കറങ്ങുമ്പോൾ അതിന് ഫുള്ള് വെയിറ്റ് കൂടിയിട്ടാണ് ഈ ഔട്ട്ഡോർ വൈബ്രേഷൻ ആവുന്നത്. അതൊക്കെ പിന്നെ ക്ലീൻ ആക്കി കൊടുത്തു. എന്നിട്ട് നോർമലായിട്ട് AC ഓൺ ആക്കി. അപ്പൊ നമ്മളും എപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ AC പൈപ്പും അതേപോലെ തന്നെ ബെൻഡ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പിഞ്ച് ആയിട്ടുണ്ടോ ഒക്കെ എപ്പോഴെങ്കിലൊക്കെ നമ്മളും ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ AC ഔട്ട്ഡോർ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്ക് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നതാണ്. കാരണം നമ്മളെപ്പോഴും ഇൻഡോർ മാത്രമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഔട്ട്ഡോർ തീരെ ശ്രദ്ധിക്കില്ല. അതേപോലെ നമ്മൾ കിച്ചന്റെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ റൂഫ് ടോപ്പിനോ അടുത്ത് വല്ല ഇലകളൊക്കെ വന്നിട്ട് ഔട്ട്ഡോറിന് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലകളൊക്കെ എന്തായാലും വെട്ടി മാറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ സർക്കുലേഷൻ കറക്റ്റ് ആവില്ല. കുറെ ടൈം കംപ്രസർ റൺ ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ റീച്ച് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ പൈപ്പും കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യിച്ചു. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.